പ്രിയപ്പെട്ട കുട്ടികളെ, IT ക്യൂസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം സബ് ജില്ലയിൽ ചോദിച്ച IT ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം, മെറ്റയുടെ AI അസിസ്റ്റൻ്റായ മെറ്റ AI ഏത് ഭാഷാ മോഡലാണ് ഉപയോഗിക്കുന്നത്? മെറ്റയുടെ AI അസിസ്റ്റൻ്റായ മെറ്റ AI ഏത് ഭാഷാ മോഡലാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ലാമ 3. രണ്ടാമത്തെ ചോദ്യം, ഒരു ഫയലോ ഫോൾഡറോ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന കീ കോമ്പിനേഷൻ ഏതാണ്? ഒരു ഫയലോ ഫോൾഡറോ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന കീ കോമ്പിനേഷൻ ഏതാണ്? ഉത്തരം ഷിഫ്റ്റ്+ഡിലീറ്റ്. മൂന്നാമത്തെ ചോദ്യം, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് അതായത് NFSA കീഴിൽ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രെയിൻ ATM ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം ഒന്നും കൂടി, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് കീഴിൽ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രെയിൻ ATM ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം അന്നപൂർത്തി. നാലാമത്തെ ചോദ്യം, ശാസ്ത്രലേഖനങ്ങളും പഠനപ്രബന്ധങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറായ ലാടെക് വികസിപ്പിച്ചത് ആരാണ്? ശാസ്ത്രലേഖനങ്ങളും പഠനപ്രബന്ധങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറായ ലാടെക്സ് വികസിപ്പിച്ചത് ആരാണ്? ഉത്തരം ലെസ്ലി ലാംപോർട്ട്. അഞ്ചാമത്തെ ചോദ്യം, റാൽഫ് എച്ച് ബെയർ എന്ന ജർമ്മൻ എഞ്ചിനീയറും ഇൻ്ററാക്റ്റീവ് വീഡിയോ ഗെയിമിന് ഉപയോഗിക്കുന്ന ആദ്യകാല ഉപകരണവുമാണ് ചിത്രത്തിൽ കാണുന്നത്. എന്തു പേരിലാണ് ഉപകരണം അറിയപ്പെടുന്നത്? റാൽഫ് എച്ച് ബെയർ എന്ന ജർമ്മൻ എഞ്ചിനീയറും ഇൻ്ററാക്റ്റീവ് വീഡിയോ ഗെയിമിന് ഉപയോഗിക്കുന്ന ആദ്യകാല ഉപകരണവുമാണ് ചിത്രത്തിൽ കാണുന്നത്. എന്തു പേരിലാണ് ഉപകരണം അറിയപ്പെടുന്നത്? ഉത്തരം ബ്രൗൺ ബോക്സ് അല്ലെങ്കിൽ TV ഗെയിം യൂണിറ്റ് 7 അല്ലെങ്കിൽ ബ്രൗൺ ബോക്സ്. SD കാർഡിലെ SD എന്തിനെ സൂചിപ്പിക്കുന്നു? SD കാർഡിലെ SD എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം സെക്യൂർ ഡിജിറ്റൽ. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചതും ഗാർഹിക ജോലികളിൽ മനുഷ്യനെ സഹായിക്കാൻ രൂപകൽപ്പന ചെയ്തതുമായ റോബോട്ടിൻ്റെ പേര് എന്താണ്? സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചതും ഗാർഹിക ജോലികളിൽ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതുമായ റോബോട്ടിൻ്റെ പേര് എന്ത്? ഉത്തരം മൊബൈൽ അലോഹ. ഇൻസ്ക്രിപ്റ്റ് മലയാളം കീബോർഡ് ലേ ഔട്ട് തിരഞ്ഞെടുത്ത ശേഷം കീബോർഡിലെ Shift+Eയും Vയും ടൈപ്പ് ചെയ്താൽ ലഭിക്കുന്ന വാക്ക് ചിത്രത്തിലെ ഏത് ജീവിയായിരിക്കും സൂചിപ്പിക്കുക? ഉത്തരം ആന. 2010 ഇറങ്ങിയ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന സിനിമ IT മേഖലയിലെ ഒരു പ്രമുഖ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്. ആരാണ് അദ്ദേഹം? 2010 ഇറങ്ങിയ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന സിനിമ IT മേഖലയിലെ ഒരു പ്രമുഖൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം മാർക്ക് സക്കർബർഗ്. 2024 ആഗസ്റ്റ് 24 പാരീസിലെ ലെ ബോർഗറ്റ് എയർപോർട്ടിൽ വെച്ച് പാവെൽ വാലോരിവിച്ച് ദുരോവിനെ ഫ്രഞ്ച് അധികൃതർ തടവിലാക്കി. പ്രശസ്തമായ ഒരു സാമൂഹ്യ മാധ്യമ സ്ഥാപനത്തിൻ്റെ CEO ആണ് ഇദ്ദേഹം. സാമൂഹ്യ മാധ്യമ സ്ഥാപനത്തിൻ്റെ പേരെന്ത്? ഉത്തരം ടെലഗ്രാം. HTTP സ്റ്റാറ്റസ് കോഡ് 404 എന്താണ് സൂചിപ്പിക്കുന്നത്? HTTP സ്റ്റാറ്റസ് കോഡ് 404 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം പേജ് നോട്ട് ഫൗണ്ട്.
പേജ് നോട്ട് ഫൗണ്ട്. ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളതും ജിനോം ഡെസ്ക്ടോപ്പിന് പകരം XFCE ഡെസ്ക്ടോപ്പ് എൻവയോൺമെൻറ്റ് ഉപയോഗിക്കുന്നതുമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോഗോ ആണിത്. ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഉത്തരം സുബുണ്ടു. സ്മാഷ് എന്ന പേരിൽ സ്വന്തം ബ്രാൻഡഡ് ലാപ്ടോപ്പും മൈക്രോ PCയും വികസിപ്പിച്ച പൊതുമേഖലാ കമ്പനി ഏതാണ്? ഉത്തരം ITI ലിമിറ്റഡ്. ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് നവംബർ 30. എന്താണ് ICANNൻ്റെ പൂർണ്ണരൂപം? ICANNൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ദ ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ദ ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പിൻ്റെ പേരെന്താണ്? കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പിൻ്റെ പേരെന്താണ്? ഉത്തരം കൈരളി AI ചിപ്പ്. 1995 ആദ്യമായി ഒരു ഓൺലൈൻ പതിപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ പത്രം ഏതാണ്? 1995 ആദ്യമായി ഒരു ഓൺലൈൻ പതിപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ പത്രം ഏതാണ്? ഉത്തരം ദ ഹിന്ദു. 18ാമത്തെ ചോദ്യം. ആദ്യമായി ബ്രെയിൻ ചിപ്പ് മനുഷ്യനിൽ വിജയകരമായി ഘടിപ്പിച്ച കമ്പനി ഏതാണ്? ആദ്യമായി ബ്രെയിൻ ചിപ്പ് മനുഷ്യനിൽ വിജയകരമായി ഘടിപ്പിച്ച കമ്പനി ഏതാണ്? ഉത്തരം ന്യൂറാലിങ്ക് കോർപ്പ്. ജിംബിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നമായ വിൽബർ തയ്യാറാക്കിയത് ഒരു ഫിൻലാൻഡുകാരനാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ജിംബിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നമാണ് വിൽബർ. അത് തയ്യാറാക്കിയത് ഒരു ഫിൻലാൻഡുകാരനാണ്. ഇതിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ട്യൂമാസ് ക്യൂസ്മാനൻ. ടെലികോം സേവനം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് സൈബർ കുറ്റകൃത്യങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും സംശയാസ്പദമായ ആശയവിനിമയങ്ങളിലും നടക്കുന്നത് റിപ്പോർട്ട് ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ സഞ്ചാർ സാഥി പോർട്ടൽ അടുത്തിടെ ഏർപ്പെടുത്തിയ സൗകര്യത്തിൻ്റെ പേര് എന്ത്? ഉത്തരം ചക്ഷു. 20 ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.